എല്ലാവർക്കും നമസ്കാരം. റാഫ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂലമറ്റം ബിഷപ്പ് മെഡിക്കൽ സെന്ററിലെ ചീഫ് സൈക്കാട്രിസ്റ്റ് സിസ്റ്റർ ഡോക്ടർ ആനി സെറീനാണ്. മാനസിക ആരോഗ്യമുള്ള കുടുംബങ്ങളെ രൂപപ്പെടുത്തുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? മാനസിക ആരോഗ്യമുള്ള കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞതല്ല, ഇതാണ് കുടുംബങ്ങൾ ഏറ്റവും ആവശ്യമായത് ആശയവിനിമയം. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ആശയവിനിമയം ഇല്ലാത്തതിന്റെ പേരിൽ കുടുംബ കോടതിയിൽ നമ്മൾ പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. 20, 30, 25, 40 വയസ്സിന് താഴെയുള്ള എത്രയോ യുവതി യുവാക്കളാണ് നിൽക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വിവാഹമോചനത്തിന്റെ ഏക ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ കാര്യം ചിരിഞ്ഞ് നോക്കുമ്പോൾ ചെറിയ കാര്യം, നിസ്സാര കാര്യം. ഒരിക്കലും ഒരു ദിവസം ഒരു ഭർത്താവ് പറയുണ്ടായി, കുഞ്ഞ്, അതായത് ഇവൾ എന്നോട് മിണ്ടിയല്ല, ദിവസങ്ങളായിട്ട് സംസാരമേ ഇല്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അകന്നകന്ന് അവരങ്ങ് ബന്ധം ശിഥിലമായി പോയി അവസാനം ബന്ധം പിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് മാനസികമായ ആരോഗ്യം വളരാൻ വേണ്ടി. ഈ കമ്മ്യൂണിക്കേഷൻ വഴി ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ വ്യക്തിബന്ധം. നമ്മൾ തമ്മിൽ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ അറിയാതെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് എന്ന് പറയുന്നത്. വ്യക്തിബന്ധങ്ങൾ വളരുന്നത്, ഊഷ്മളമായ വ്യക്തിബന്ധം വളരുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ആ കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ട് ഭർത്താവ് വീട്ടിൽ വന്നു ഭാര്യയോട് എൻ്റെ ഇന്നത്തെ നേട്ടങ്ങള്, കോട്ടങ്ങള്, വിജയങ്ങള് എല്ലാം പറയണം. സങ്കടങ്ങള്, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഭാര്യ അത് കേട്ടിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കും. ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുന്നു, എൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ ജോലിക്ക് പോയപ്പോൾ സ്കൂളിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങ് തുറന്നടിച്ച് പറഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ അന്നത്തെ പ്രശ്നം എല്ലാം അങ്ങോട്ട് മഴ പെയ്തു പോയതുപോലെ അങ്ങ് തീരും. ഇത്രയേ ഉള്ളൂ. കുട്ടികളാണെങ്കിലും ഓരോ ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് മാതാപിതാക്കളുടെ അടുക്കൽ സംസാരിക്കണം. അതായത് എൻ്റെ എത്ര കൂട്ടുകാരുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളിൽ ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടാകുമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളുടെ കൂട്ടുകാരാരാണ്. ഈ കൂട്ടുകാരെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ച് നമുക്ക് അറിയണം കുട്ടികളുടെ കൂട്ടുകാരാരാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വളർന്നു വരുമ്പോൾ ആ നല്ലൊരു മാനസികാരോഗ്യത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വഴി ഉണ്ടാകുന്ന വേറെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവിന് ഭാര്യയെ അറിയാനും, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാനും, അപ്പന് മക്കളെ അറിയാനും, മക്കൾക്ക് അപ്പനെ അറിയാനും, അങ്ങനെ ഒരു അറിവിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ബന്ധം പിരിച്ചിലൊന്നും ഒരിക്കലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. സ്ട്രോങ് ആയിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കുറഞ്ഞത് ദിവസം 1 മണിക്കൂറെങ്കിലും മാതാപിതാക്കളും മക്കളും എത്ര വൈകുന്നേരങ്ങളിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് സുഖദുഃഖങ്ങൾ എല്ലാം ഷെയർ ചെയ്യണം. പരസ്പരം അംഗീകരിക്കണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം അറിയണം, മനസ്സിലാക്കണം. ഭാര്യ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം, ഭർത്താവ് ഭാര്യയെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾ മാതാപിതാക്കളുടെ അടുക്കലും, മാതാപിതാക്കളുടെ കുട്ടികളും. അങ്ങനെ ഒരു നല്ലൊരു കണക്ഷൻ അങ്ങ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാം, കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ആ ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ആ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന് വേണേൽ വിളിക്കാം. അത്ര സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കുട്ടികൾ കൈവിട്ടു പോയാൽ ഇപ്പം കുട്ടികളൊക്കെ പറയുന്ന അപ്പൻ ഒത്തിരി കുട്ടികളെ എന്നോട് പറഞ്ഞു പറയാറുണ്ട്, അപ്പൻ എന്നോട് സ്നേഹമില്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, ഞാനിത് ആരുടെ കൂടെ പോണേ, ഒരിച്ചിരി സ്നേഹം കാണിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ ലവ് അഫെയർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ട് ചിരിച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു തരി സ്നേഹം കാണിക്കുന്ന, പക്ഷെ ആ വ്യക്തികളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോഴല്ലേ തിരിയുന്നേ അവര് ഈ ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരിൽപ്പെട്ടവരൊക്കെ ആയിട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. പക്ഷെ ഒരു സ്നേഹം കിട്ടുമ്പോൾ കുട്ടികൾ വിട്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ കുടുംബത്തിലെ ഏറ്റവും നല്ലത്, അത്യാവശ്യമായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ. 2 ഗാഢമായ ബന്ധം, വ്യക്തിബന്ധങ്ങൾ ദൃഢമനമായി തീരുമ്പോൾ, ആഴത്തിൽ പെട്ട് കഴിയുമ്പോൾ പിന്നെ വേറെ ഒരിടത്തേക്കും ചലനം ഉണ്ടാവുകയില്ല. ഒരു ഭാര്യ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് പോകുന്നതിന്റെ പിന്നില് ആ ഭർത്താവിൽ നിന്ന് വേണ്ടതായ സ്നേഹവും പരിഗണനയും കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. റാഫ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ ഡോക്ടർ ആനിക്ക് ഏറ്റവും സ്നേഹപൂർവ്വം.